ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ജോബ്ലെസ് ആർട്ടിസ്റ്റ്. അറബിക് ടീപോട്ട് സ്കൾപ്റ്റിംഗ് സീരീസിന്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അതുമല്ല എങ്കിൽ ജോബ്ലെസ് ആർട്ടിസ്റ്റിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. കൂടുതൽ ക്രിയേറ്റീവ് വീഡിയോകൾക്കായി ജോബ്ലെസ് ആർട്ടിസ്റ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് നമ്മുടെ പോട്ടിന്റെ ഉൾവശം ഹോളോ ആക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു പോട്ടിനെ ഒന്ന് സ്മൂത്ത് ചെയ്യണം. ഈ ഒരു ബോട്ടം സൈഡ് വളരെ നൈസായിട്ട് സ്മൂത്ത് ചെയ്താൽ മതി. നമുക്ക് ഷാർപ്പായിട്ട് സ്മൂത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് ചില റോങ് ആയിട്ടുള്ള ആർട്ടിഫാക്ട്സ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെയിം പ്രോസസ്സ് മുകളിലും ചെയ്യുക. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങളുടെ മോഡലിൽ ഇതുപോലെയുള്ള ആർട്ടിഫാക്ട്സ് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതില്ല. ഇനി നമുക്ക് ഈ ഒരു പോട്ടിനെ ഒന്ന് ഹോളോ ആക്കണം. അതിനായിട്ട് നമുക്ക് ഈ ഒരു പോട്ടിനെയും ട്രങ്കിനെയും ആദ്യം ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. ഇനി നമുക്ക് ട്രങ്കിനെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. ഓക്കെ, ഇനി ഈ രണ്ട് ട്രങ്കിൽ ഒരു ട്രങ്കിനെ പിടിച്ച് നമ്മൾ മുകളിലേക്ക് കൊണ്ടുവരികയാണ്. ഇനി നമുക്ക് ഈ മുകളിൽ ഉള്ള ആ ഒരു ട്രങ്കിനെയും പോട്ടിനെയും കൂടി മെർജ് ചെയ്യണം. അതിനായിട്ട് ട്രങ്കിനെ സെലക്ട് ചെയ്തിട്ട് മെർജ് ഡൗൺ ബട്ടൺ പ്രസ് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഓക്കെ, നമ്മുടെ ട്രങ്കും ഇതും പോട്ടും മെർജായി. ഇനി നമുക്ക് ഈ താഴെ ഇരിക്കുന്ന ആ ഒരു ട്രങ്കിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടെ എടുക്കണം. കാരണം എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോട്ടിനെയും ട്രങ്കിനെയും ഒക്കെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അതിനായിട്ട് ഒരു ട്രങ്കിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. അതിനുശേഷം നമ്മുടെ ഫയൽ ഒന്ന് സേവ് ചെയ്തു. ഇനി നമ്മുടെ സോഫ്റ്റ്വെയറിന് എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചെയ്ത വർക്ക് നഷ്ടപ്പെടില്ല. ഓക്കെ, നമ്മുടെ മെർജ് ചെയ്ത ട്രങ്കും പോട്ടും സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ട്രാൻസ്പാരൻസ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ട്രങ്കും പോട്ടും നമ്മൾ മെർജ് ചെയ്ത അത് സെലക്ട് ചെയ്യുക. നമുക്ക് ഇതിനെ ഒന്ന് ഡൈനാമിഷ് ചെയ്യണം. അതായത് ഇതിനെ രണ്ടിനെയും കൂടി ഒന്നാക്കണം. അതിനായിട്ട് നമ്മൾ Ctrl W ആദ്യം കൊടുത്തു രണ്ടും ഒരേ പോളി ഗ്രൂപ്പ് ആക്കുക. അതിനുശേഷം നമ്മൾ ഡൈനാമിഷിൽ പോയിട്ട് കുറച്ച് നല്ലൊരു റെസൊല്യൂഷൻ കൊടുക്കുക. ഒരു 600 to 700 സംതിങ് കൊടുക്കുക. ഡൈനാമിഷ് ചെയ്യുക. ഡൈനാമിഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ട്രങ്കും പോട്ടും ഒറ്റ മോഡലായിട്ട് ഡൈനാമിഷ് ആകും. നമ്മുടെ ആ മോഡൽ ഡൈനാമിഷ് ആയി കഴിഞ്ഞു. ഡൈനാമിഷ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് മിസ്സിംഗ് ആയിട്ടുണ്ട് എങ്കിൽ Ctrl Z കൊടുത്ത ശേഷം ഒന്നുകൂടി കുറച്ചുകൂടി ഒരു നല്ലൊരു റെസൊല്യൂഷനിൽ കൂടിയ ഒരു റെസൊല്യൂഷനിൽ വീണ്ടും ഡൈനാമിഷ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത് കിടക്കുന്ന ആ ഒരു പോട്ടിനെ സെലക്ട് ചെയ്യുക. മുകളിലിരിക്കുന്ന പോട്ടിൻ്റെ വിസിബിലിറ്റി മാത്രം ഓൺ ചെയ്യുക. പക്ഷേ രണ്ടാമത്തെ പോട്ടിലായിരിക്കണം നമ്മുടെ സെലക്ഷൻ. അതിനുശേഷം നമ്മൾ താഴേക്ക് വരിക. ഇവിടെ ഡിഫോർമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനുള്ളിൽ പോയിട്ട് എയ്തർ ഇൻഫ്ലേറ്റ് അല്ലെങ്കിൽ ഇൻഫ്ലേറ്റ് ബലൂൺ, ഇത് രണ്ടും ഉപയോഗിക്കാം. ഞാൻ ഇൻഫ്ലേറ്റിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്യുകയാണ്. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാൻവാസിൽ കാണാം നിങ്ങളുടെ മോഡൽ ചെറുതായി വരികയാണ്. അപ്പോൾ നമുക്ക് ഇത്രത്തോളം ചെറുതാക്കിയാൽ മതി. ഇൻഫ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഒത്തിരി ആർട്ടിഫാക്ട്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്യണം. എങ്ങനെ? സ്മൂത്ത് ഉപയോഗിക്കുക, ഡൈനാമിഷ് ഇവ മാറി മാറി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിനുള്ളിലുള്ള ഈ ഒരു ആർട്ടിഫാക്ട്സ് ഒക്കെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇപ്പോഴും നിങ്ങൾക്ക് കത്തുന്നില്ല എന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിനെ ഇൻഫ്ലേറ്റ് ചെയ്യുന്നത്? അത്
കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്തിനാണ് ഞാനിത് ഇൻഫ്ലേറ്റ് ചെയ്തത്, ഇൻഫ്ലേറ്റ് ചെയ്ത് ഈ ഒരു മോഡലിൻ്റെ സൈസ് കുറച്ചത് എന്ന്. നമ്മളൊന്ന് ഡൈനാമിഷ് ചെയ്യുകയാണ്. 750 or 600 ഡസൻ മാറ്റർ, എത്ര വേണോ കൊടുക്കുക, ഡൈനാമിഷ് ചെയ്യുക. ഇനി വീണ്ടും നമ്മൾ ഈ വരയൊക്കെ ഒന്ന് സ്മൂത്ത് ചെയ്ത് നോക്കുക. നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങൾക്ക് ആർട്ടിഫാക്ട്സ് പോകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് റെസൊല്യൂഷൻ ഒന്ന് കുറച്ച ശേഷം ഡൈനാമിഷ് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പം വർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണ് നമുക്ക് ഈ ഒരു റെസൊല്യൂഷനിൽ നമ്മുടെ ആർട്ടിഫാക്ട്സ് ഒക്കെ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന്. പോയില്ലെങ്കിൽ ഞാൻ തന്നെ ഇത് ലോവർ റെസൊല്യൂഷനിൽ ഡൈനാമിഷ് ചെയ്യും. ഐ തിങ്ക് ലോവർ റെസൊല്യൂഷനിൽ ഡൈനാമിഷ് ചെയ്യേണ്ടി വരും. സോ വീണ്ടും നമ്മൾ ഡൈനാമിഷ് കൊടുത്തു. അതിനുശേഷം ഇതുപോലെ സ്മൂത്ത് ചെയ്യുക. നമുക്ക് കുറച്ചുകൂടി ഒന്ന് നമ്മുടെ മോഡലിനെ ഒന്ന് ഫ്ലാറ്റ് ഒക്കെ ചെയ്യണം. ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ചെയ്ത് നോക്കുകയാണ്. ഒന്നുകൂടി ഒന്ന് ഡൈനാമിഷ് നമുക്ക് ചെയ്ത് നോക്കാം. കുറച്ചുകൂടി ഒന്ന് റെസൊല്യൂഷൻ കുറച്ച ശേഷം ഡൈനാമിഷ് ചെയ്യാം. നൗ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ബെറ്റർ. ഇതുപോലെ സ്മൂത്ത് ചെയ്താൽ മതി. നമ്മുടെ ആ ഒരു മുകളിലുള്ള ആ ഒരു പോട്ടുണ്ടല്ലോ, അതിൻ്റെ അത്രയും ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു രണ്ടാമത് കിടക്കുന്ന പോട്ടിന് ആവശ്യമില്ല. അതെന്തുകൊണ്ടാണ് ഞാൻ ഇതിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് കളയുന്നത് എന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈ ഒരു വീഡിയോ വ്യൂ ചെയ്യുമ്പോൾ മനസ്സിലാകും. സി ഓക്കെ, അപ്പോൾ അത്യാവശ്യം പ്ലേസ്മെൻ്റ് ഒക്കെ കറക്റ്റാണ് നമ്മുടെ പോട്ടിൻ്റെ. ഇനി നമുക്ക് ഈ ഒരു പോട്ടിൻ്റെ മുകൾ വശം ഒന്ന് മാസ്ക് ചെയ്യുകയാണ്. അതിനുശേഷം കൺട്രോൾ എംപ്റ്റി സ്പേസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്യൂ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഗിസ്മോ 3D വരും. എന്നിട്ട് നമുക്ക് ഈ ഒരു മോഡലിനെ ഒന്ന് മുകളിലേക്ക് ഒന്ന് എക്സ്ട്രൂഡ് ചെയ്യുകയാണ്. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അതിനുശേഷം നമുക്ക് ഈ താഴെ അത്ര ഫ്ലാറ്റായാൽ മാത്രം മതി, നമുക്ക് സ്മൂത്ത് ആകണ്ട. അതിനായിട്ട് നമ്മൾ ക്ലിപ്പ് കർവ് എടുത്തു. അതിനുശേഷം ഈ താഴത്തെ കുറച്ച് പോർഷൻ ഞാൻ കട്ട് ചെയ്ത് കളയുകയാണ്. ഈ ലൈനിൻ്റെ താഴെ വരുന്ന ആ ഒരു ഷാഡോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലൈനിന് ബോട്ടം ഉള്ള ഭാഗങ്ങൾ ഇത് ക്ലിപ്പ് ചെയ്ത് കളയുമെന്നാണ് അർത്ഥമാക്കുന്നത്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. നമുക്ക് ആ ഒരു താഴത്തെ പോർഷൻ ക്ലിപ്പ് ചെയ്ത് കളയാനായിട്ട് ഒത്തിരി സമയമെടുക്കും. നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സറിൻ്റെ ആ ഒരു പവർ അനുസരിച്ച് ഇത് ഫാസ്റ്റ് ആൻഡ് സ്ലോ ആകാം. നമുക്ക് ഒന്നുകൂടി ഒന്ന് ചെയ്യാം. കുറച്ചുകൂടി ഒന്ന് താഴെ വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് താഴെ നല്ല ഫ്ലാറ്റ് ആവും. ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് വെയിറ്റ്. അല്പനിമിഷങ്ങൾക്കകം നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്തുകൊണ്ടാണ് ആ ഒരു പോട്ടിൻ്റെ മോഡലിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് റെസൊല്യൂഷൻ കുറച്ച് ഡൈനാമിഷ് ചെയ്ത് ഇതുപോലെ ഒക്കെ സ്മൂത്ത് ചെയ്തത് എന്ന്. See now it is getting better. ഇനി നമുക്ക് ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് സെലക്ട് ചെയ്തു. ഇത് ആക്ച്വലി ഒരു ബൂളിയൻ ഫംഗ്ഷൻ ആണ്. അതിനുശേഷം നമുക്ക് ഒരു മുകളിലത്തെ പോട്ടും നമ്മുടെ ഡൈനാമിക് പോട്ടും തമ്മിലൊന്ന് മെർജ് ചെയ്യുക. അതിനുശേഷം ഇവ രണ്ടിനെയും കൂടി നല്ലൊരു റെസൊല്യൂഷൻ കൊടുത്ത് ഡൈനാമിക് ചെയ്യണം. Now it's getting better. ഇനി നോക്കിക്കോ, കണ്ടോ നമ്മുടെ പോട്ടിൻ്റെ ഉൾവശം
ഹോളോ ആയി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ എന്തിനാണ് നമ്മുടെ പോട്ടിനെ ഇൻഫ്ലേറ്റ് ഒക്കെ ചെയ്ത് ചെറുതാക്കിയത് എന്ന്. സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ നമ്മുടെ പോട്ടിൻ്റെ ആ ഒരു ട്രങ്കിനും പിന്നെ നമ്മൾ ആ പോട്ടിൻ്റെ അടപ്പ് ലിഡിനും നമ്മൾ സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഓരോ തവണ വർക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ മോഡൽ ഒന്ന് എല്ലാ സൈഡിലും ഒന്ന് നോക്കണം, എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടോ, കറക്റ്റായിട്ടാണോ മോഡൽ ചെയ്യുന്നതെന്ന്. ഇനി നമുക്ക് നമ്മുടെ ഈ ട്രങ്കിനെ ഒന്ന് മുകളിലേക്ക് കൊണ്ടുവരാം. ട്രങ്കിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ആ ഡ്യൂപ്ലിക്കേറ്റിനെ ഒന്ന് തൽക്കാലം ഒന്ന് വിസിബിലിറ്റി ഓഫ് ചെയ്തു. ഒരു ട്രങ്കിനെ സെലക്ട് ചെയ്തു. അതിനുശേഷം ട്രാൻസ്പാരൻറ്റ് കൊടുത്തു. ഇനി നമ്മൾ നേരെ ഡിഫോർമേഷനിൽ പോവുക. അവിടെ പോയ ശേഷം നമ്മുടെ ഇൻഫ്ലേറ്റിലൊന്ന് മിനിമൈസ് ചെയ്യുക. നമ്മളുടെ പോട്ട് ഇൻഫ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച അതേ തിക്നെസ് തന്നെ ഇതിൽ കൊടുത്താൽ മാത്രമേ ആ ഒരു രണ്ടും ബാലൻസ് ആകൂ. ഇനി നമുക്ക് ജോമെട്രിയിൽ നോട്ട് ജോമെട്രി സബ് ടൂളിൽ പോവുക. ഇവിടെയും ടോപ്പിലൊക്കെ ഒരുപാട് ആർട്ടിഫാക്ട്സ് ഒക്കെ വന്നു. ഇത് നമുക്ക് നോക്കാം എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. സ്മൂത്ത് ചെയ്ത് നോക്കാം. സ്മൂത്ത് ചെയ്തിട്ട് നടന്നില്ല എങ്കിൽ ഒരു ലോവർ റെസൊല്യൂഷനിലൊന്ന് ഡൈനാമിക് ചെയ്തിട്ട് വീണ്ടും സ്മൂത്ത് ചെയ്യുക. ഇപ്പോഴും തുമ്പിൽ നിറച്ച് ആർട്ടിഫാക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് വീണ്ടും ഡൈനാമിക് ആൻഡ് സ്മൂത്ത് ഫങ്ഷൻ യൂസ് ചെയ്യുകയാണ്. ഇനി നമുക്ക് മൂവ് ബ്രഷ് ഉപയോഗിക്കാം. കാരണം ഈ തുമ്പിൽ കുറച്ച് ഇങ്ങനെ മെഷ് ഒന്ന് താഴേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഈ തുമ്പി ഒന്ന് ഒരു മാസ്ക് ചെയ്യണം. ലാസോ എടുത്തു. അതിനുശേഷം ഇതുപോലെ കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് തുമ്പൊന്ന് മാസ്ക് ചെയ്തു. അതിനെ അൺമാസ്ക് ചെയ്തു. മാസ്കിനെ ഒന്ന് സ്മൂത്ത് ചെയ്തു. അത് കൺട്രോൾ ക്ലിക്കാണ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഗിസ്മോ 3Dയുടെ പിവോട്ടിനെ പിടിച്ച് തുമ്പിൽ കൊണ്ടുവയ്ക്കുക. തൽക്കാലത്തേക്ക് ചെയ്യുന്ന പരിപാടിയാണ്. എന്നിട്ട് നമ്മൾ ഈ ഗിസ്മോ 3D ഉപയോഗിച്ചിട്ട് ഈ ഒരു തുമ്പിനെ നമ്മൾ മൂവ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരിക. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അതിനുശേഷം നമ്മൾ ഫ്രണ്ടിലൂടെയൊക്കെ ഒന്ന് നമ്മുടെ മോഡലിനെ വീക്ഷിക്കുക. നമുക്ക് എല്ലാ വശങ്ങളിൽ നിന്നും ഒരേപോലത്തെ തിക്നെസ് വേണം. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഐ തിങ്ക് ഇറ്റ്സ് ഗെറ്റിംഗ് ബെറ്റർ നൗ. കുറച്ചുകൂടി ഒന്ന് മൂവ് ചെയ്യാം. വീണ്ടും ട്രാൻസ്പാരൻസി ബട്ടൺ പ്രസ് ചെയ്യുക. എല്ലാ സൈഡിൽ നിന്നും നോക്കി. ഓക്കെ, ശരിയായി. ഇനി നമുക്കിത് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് നമ്മളുടെ പോട്ടിനെയും ട്രങ്കിനെയും മെർജ് ചെയ്യുക. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ് നമ്മുടെ ആ ഒരു പോട്ടും ട്രങ്കും. ഇനി നമുക്ക് ആ ഒരു പോട്ടിനെയും താഴെയുള്ള ആ ഒരു ട്രങ്കിനെയും നമ്മൾ മെർജ് ചെയ്ത ശേഷം ആ സെയിം മോഡലിനെ ഒരു ഹയർ റെസൊല്യൂഷനിൽ നമ്മൾ ഡൈനാമിക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ട്രങ്ക് ഉൾവശം ഹോളോ ആയി മാറും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
അടിപൊളിയായിട്ട് നമ്മുടെ ട്രങ്ക് ഹോളോ ആയിട്ടുണ്ട്. ഉൾവശമൊക്കെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ ഒരു യഥാർത്ഥ ഒരു പോട്ട് പോലെ തന്നെ ഹോളോ ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മോഡലിൻ്റെ റേഡിയൽ സിമെട്രി ഒന്ന് ഓഫ് ചെയ്യാം. എക്സ് ആക്സിസിൽ നമുക്ക് സിമെട്രി സെറ്റ് ചെയ്യാം. മോഡലിൻ്റെ സർഫേസിൽ എന്തെങ്കിലും തരത്തിലൊരു ആർട്ടിഫാക്ട്സ് ഇഷ്യൂ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ജസ്റ്റ് കൺട്രോൾ Z കൊടുത്ത ശേഷം കുറച്ചുകൂടി നല്ലൊരു ഹയർ റെസൊല്യൂഷനിൽ നിങ്ങൾ ഡൈനാമിഷ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം മാറിക്കിട്ടും. ഞാൻ കൺട്രോൾ ഷിഫ്റ്റ് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഞാൻ നമ്മുടെ ട്രങ്കിൻ്റെ തുമ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ആക്ച്വലി കട്ട് ചെയ്തിട്ടില്ല ഇവിടെ. അൺവാണ്ടഡ് ഏരിയ ഒന്ന് കുറച്ച് നേരത്തേക്ക് ഒന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ട്രങ്കിൻ്റെ തുമ്പ് ഒന്ന് സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളൊരു എംപ്റ്റി സ്പേസിൽ കൺട്രോൾ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹൈഡ് ചെയ്ത പാർട്ട് തിരിച്ചു വരും. സേവ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് നമ്മുടെ അടപ്പിനെയും ഇതുപോലെ ഒന്ന് ഉൾവശം ഒന്ന് ഹോളോ ആക്കണം. അതിനായിട്ട് നമുക്ക് നമ്മുടെ അടപ്പിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു. ഡ്യൂപ്ലിക്കേറ്റിനെ ഒന്ന് നമ്മൾ ഇൻഫ്ലേറ്റ് ഉപയോഗിച്ച് ചെറുതാക്കാൻ പോവുകയാണ്. See, just like that. ഏകദേശം കറക്റ്റായി. നമുക്കിനി ആ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ മുകൾ വശം ഒന്ന് കട്ട് ചെയ്ത് കളയണം. കാരണം നമുക്ക് ആ ഒരു പിടി ആവശ്യം ഇല്ല. ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ആണ് കേട്ടോ കട്ട് ചെയ്ത് കളയേണ്ടത്. ഓക്കെ, ആർട്ടിഫാക്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. സ്മൂത്ത് ചെയ്ത ശേഷം ഡൈനാമിഷ്. ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ ലോവർ റെസൊല്യൂഷനിൽ കൊണ്ടുപോയി ഡൈനാമിഷ് ചെയ്യാവുന്നതാണ്. ബോട്ടം സൈഡിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് മോഡലിന്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്ക് ക്ലിപ്പ് കർവ് ഉപയോഗിച്ച് ആ ഒരു പിടി ഉണ്ടല്ലോ അതിനെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. നമുക്ക് മുകൾ വശമാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ് നമ്മുടെ മോഡലിനെ കട്ട് ചെയ്യേണ്ടത്. Now it's getting real good. ഇനി നമുക്ക് ആ ഒരു ബോട്ടം സൈഡിൽ കട്ട് ചെയ്യണം. ബോട്ടം ഒന്ന് ഫ്ലാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടി ഒന്ന് ഫ്ലാറ്റ് സ്മൂത്ത് ചെയ്യുകയാണ്. ഇനി നമുക്ക് മാസ്ക് ചെയ്യേണ്ടതുണ്ട്. കൺട്രോൾ ഡ്രാഗ്. അപ്പോൾ നമുക്ക്
ബോട്ടം മാസ്കായി. ഇവിടെ അടിഭാഗം നമുക്ക് ഫുൾ മാസ്ക് ആയിട്ടില്ല. അപ്പോൾ അതിനെ മാസ്ക് ചെയ്യാനായിട്ട് നമ്മളിത് ഒന്ന് സൈഡിലേക്ക് നമ്മുടെ മോഡലിനെ ചെരിച്ച് വെക്കണം. അതിനുശേഷം ലാസോ ടൂളാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് ചരിച്ച് വെക്കുക. സാധാരണഗതിയിൽ ഇതുപോലെ സർക്കുലർ മാസ്ക് വരാത്തതാണ്. നമ്മളിവിടെ പെയിന്റ് ബ്രഷ്, അതായത് മാസ്ക് ബ്രഷ് ഉപയോഗിച്ച് തന്നെ മാസ്ക് ചെയ്യുകയാണ്. അതും നമ്മൾ മോഡൽ ചരിച്ച് വെച്ചിട്ട് വേണം മാസ്ക് ചെയ്യാൻ. കാരണം ZBrushൽ നമ്മൾ ഒരു 90 ഡിഗ്രി ആംഗിളിൽ ഒരു സ്ഥലം മാസ്ക് ചെയ്താൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മാസ്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് ആ ഒരു മാസ്കിനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യുകയാണ്. അതിനായിട്ട് Q പ്രസ് ചെയ്ത് Gizmo 3D ജസ്റ്റ് ആ ഒരു അൺമാസ്ക്ഡ് റീജിയൻ ഒന്ന് പുറത്തേക്ക് ഇതുപോലെ എക്സ്ട്രൂഡ് ചെയ്യുക. സി നൈസ്. മാസ്ക് റിമൂവ് ചെയ്യുക. നമ്മുടെ നേരത്തെ ചെയ്ത പരിപാടി തന്നെയാണ്. സ്മൂത്ത്. നമുക്ക് നമ്മുടെ ഒറിജിനൽ അടപ്പ് മുകളിലും കട്ട് ചെയ്ത അടപ്പ് അതിൻ്റെ താഴെയും വരുന്ന രീതിയിൽ വേണം നമുക്ക് അറേഞ്ച് ചെയ്യാനുള്ളത്. ജസ്റ്റ് ഞാൻ നമ്മുടെ മോഡൽസിനെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പഴയ മോഡൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒറിജിനൽ അടപ്പിനെ ഇതുപോലെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ രണ്ടാമത്തെ അടപ്പിൽ ആ ഒരു മൂന്നാമത്തെ ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ഒറിജിനൽ അടപ്പിനെയും ആ ഒരു കട്ട് ചെയ്ത അടപ്പിനെയും മെർജ് ചെയ്യുക. അതിനുശേഷം ഡൈനാമെഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മോഡൽ റെഡിയായി കഴിയും. Ctrl W കൊടുക്കുക. കാരണം നമുക്ക് ഒറ്റ പോളി ഗ്രൂപ്പ് മതി. നമ്മുടെ ആ ഒരു അടപ്പിൻ്റെ ഉൾവശം ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് ശരിയായിട്ടുണ്ട്. ആർട്ടിഫാക്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് സ്മൂത്ത് ചെയ്ത് കളയുക. ഇതിപ്പോൾ ഡൈനാമെഷ് സ്റ്റേജിലാണ് ഇരിക്കുന്നത്. നമുക്ക് ഇതിനെ റീമെഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ഷാർപ്പ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. സേവ് ചെയ്യുക. ഞാൻ മൾട്ടിപ്പിൾ ഫയൽസ് ആയിട്ടാണ് എപ്പോഴും സേവ് ചെയ്യാറ്. അതുപോലെ തന്നെ നിങ്ങളും ചെയ്യണം. യാതൊരു കാരണവശാലും ഒരു ഫയലിൽ തന്നെ ഓവർ റൈറ്റ് ചെയ്ത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ആ ഒരു ഫയല് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വർക്ക് മൊത്തം വേസ്റ്റാണ്. ഇത്രയും മണിക്കൂറുകൾ എടുത്ത് ചെയ്ത വർക്ക് വേസ്റ്റാണ്. അതുകൊണ്ട് ഓരോ പ്രോഗ്രസ്സിനനുസരിച്ച് നിങ്ങളുടെ മോഡലിനെ മൾട്ടിപ്പിൾ ഫയൽസ് ആയിട്ട് സേവ് ചെയ്യുക. ഇനി നമുക്ക് ലിഡ് സെലക്ട് ചെയ്യുക. ലിഡിൻ്റെ സർഫേസ് ഒക്കെ ഒന്ന് സൂമിനൊക്കെ ചെയ്തിട്ട് നമ്മൾ സ്മൂത്ത് ചെയ്യുക. എല്ലാ വശങ്ങളിലും എന്തെങ്കിലും തരത്തിലുള്ള ആർട്ടിഫാക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ ഒരു മോഡലിനെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതിനുശേഷം റീമെഷറിൽ പോയിട്ട് ടാർഗറ്റ് പോളിഗൺ കൗണ്ട് ഒരു 2.5 സംതിങ് കൊടുക്കുക. അതിനുശേഷം റീമെഷ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ലിഡ് നല്ലൊരു ടോപ്പോളജി വരും. ഓർക്കുക, നമ്മുടെ ഒറിജിനൽ ലിഡ് ഡൈനാമെഷിലാണുള്ളത്. നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ലിഡിന് അത്യാവശ്യം നല്ലൊരു ടോപ്പോളജി വന്നിട്ടുണ്ട്. Ctrl D ഒരു 4 തവണ പ്രസ് ചെയ്ത് സബ് ഡിവിഷൻ ലെവൽ 4 വരെ കൊണ്ടെത്തിക്കുക. അതിനുശേഷം നമ്മുടെ ഒറിജിനൽ ലിഡ് സെലക്ട് ചെയ്തുകൊണ്ട് പ്രൊജക്റ്റ് ഓൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഡൈനാമെഷ് ലിഡിനകത്തുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ
രണ്ടാമത് ഇരിക്കുന്ന, അതായത് റീമെഷ് ചെയ്ത ലിഡിലേക്ക് വരും. ഇതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആക്ച്വലി പ്രൊജക്ഷൻ ചെയ്തത് എന്തിനെന്ന് വെച്ചാൽ, നമുക്ക് ഒരു മെഷിൻ്റെ സർഫേസിൽ നല്ല ഹൈ റെസൊല്യൂഷൻ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആ ഒരു മെഷിൽ നമുക്ക് നല്ലൊരു റെസൊല്യൂഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ റെസൊല്യൂഷന് വേണ്ടിയിട്ടാണ് നമ്മൾ റീമെഷ് ചെയ്ത മോഡലിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത്. സെയിം പ്രോസസ്സ് നമ്മൾ പോർട്ടിലും ചെയ്യും. ഡ്യൂപ്ലിക്കേറ്റ് പോർട്ട് എടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റിന് നമ്മൾ ഒരു ടാർഗറ്റ് പോളിഗൺ കൗണ്ട് കൊടുത്ത് റീമെഷ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മുടെ ഈ ഒറിജിനൽ പോർട്ട് ഉണ്ടല്ലോ, ഡൈനാമിഷ് ചെയ്ത ആ ഒരു പോർട്ട്, അതിനെ ഇതിലേക്ക് ഈ ഒരു റീമെഷ്ഡ് മോഡലിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഡ്യൂപ്ലിക്കേറ്റ് മോഡൽ ഇപ്പോൾ കുറച്ച് സമയം കൊണ്ട് റീമെഷ് ആയി കിട്ടും. ഐ തിങ്ക് നല്ലൊരു ടോപ്പോളജി വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, ഇനി ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് മോഡലിനെ നമ്മൾ Ctrl+D ഒരു 4 തവണ പ്രസ് ചെയ്ത് സബ് ഡിവിഷൻ ലെവൽ ഇൻക്രീസ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്കാണ് നമ്മുടെ ഒറിജിനൽ മോഡലിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത്. അത് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ലോ പോളി മോഡൽ മുകളിലും ഹൈ പോളി മോഡൽ, നമ്മൾ ഡൈനാമിഷ് ചെയ്ത ഹൈ പോളി മോഡൽ താഴെയും വരുന്ന രീതിയിലായിരിക്കണം അറേഞ്ച് ചെയ്യേണ്ടത്. അതിനുശേഷം മുകളിലുള്ള ലോ പോളി സെലക്ട് ചെയ്ത ശേഷം ആണ് നമ്മൾ പ്രൊജക്റ്റ് ഓൾ ബട്ടൺ പ്രസ് ചെയ്യേണ്ടത്. ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, പ്രൊജക്റ്റ് ചെയ്യേണ്ട 2 മോഡൽ അല്ലാതെ ബാക്കിയുള്ള മോഡൽ എല്ലാം വിസിബിലിറ്റി ഓഫ് ആയിട്ടിരിക്കണം. നമ്മൾ ജസ്റ്റ് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത്തെ ഹൈ പോളി മോഡലിനെ നമ്മൾ ഹൈ പോളി എന്ന് റീനെയിം ചെയ്തു. മുകളിൽ കിടക്കുന്ന ലോ പോളി മോഡലിനെ ലോ പോളി എന്ന പേര് കൊടുക്കുന്നു. ഇനി നമ്മൾ ആ ലോ പോളിയെ സെലക്ട് ചെയ്തിട്ടാണ് ഹൈ പോളി ഡീറ്റെയിൽസ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഹൈ പോളിയുടെ വിസിബിലിറ്റിയും ഓൺ ആയിരിക്കണം. ഇതുപോലെ. ഓക്കെ, ഇനി നമ്മൾ ലോ പോളി സെലക്ട് ചെയ്തു, പ്രൊജക്റ്റ് ഓൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഹൈ പോളി മെഷിലെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ലോ പോളി മോഡലിലേക്ക് പ്രൊജക്റ്റ് ആവും. അപ്പോൾ കൂട്ടുകാരെ, നമ്മളുടെ മോഡൽ പ്രൊജക്റ്റ് ആയി കഴിഞ്ഞു. ഷിഫ്റ്റ് F ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ മോഡലിൻ്റെ ആ ഒരു ടോപ്പോളജി നമുക്ക് കാണാൻ സാധിക്കും. നല്ലൊരു റെസൊല്യൂഷനുള്ളൊരു മെഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽസും മറ്റും ഇതിൽ വളരെ എളുപ്പത്തിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ഡൈനാമിഷ്ഡ് മോഡലിൻ്റെ സർഫേസിൽ നമുക്ക് ഹൈ ലെവൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇതോടെ നമ്മുടെ 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. 5ാമത്തെ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ മോഡലിനെ പോളി പെയിൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ടെക്സ്ചേഴ്സ് ആഡ് ചെയ്യാനുമാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു അറബിക് പോട്ടിലെ സ്ട്രാപ്പും പിന്നെ ഹാൻഡിലും ഇവ രണ്ടും നിങ്ങൾക്ക് റീമെഷ് ചെയ്ത് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എപ്പിസോഡ് 5-ൽ കാണാം. അതുവരേക്കും എല്ലാവരും ട്യൂട്ടോറിയൽസ് ഫോളോ ചെയ്യുക. ട്യൂട്ടോറിയലിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ ജോബ്ലെസ് ആർട്ടിസ്റ്റിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. So till then, have a great day. Thank you.